ഹലോ വിവോസ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 11-ാം തീയതിയാണ്, ജൂൺ 11. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്ന മോർണിംഗിൽ വന്ന ഒരു മൂവ്മെൻ്റാണ്. 11:30 നിഫ്റ്റിയിൽ വന്ന ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റിനകത്ത് ഈ 11:25 വന്ന ട്രേഡ് എന്ന് പറയുമ്പോൾ 23,216 നിഫ്റ്റിയിൽ നമുക്കൊരു ബൈ ട്രേഡ് സോഫ്റ്റ് കാണിച്ചു തന്നത്. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അതായത് ഈ ഒരു സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഫുൾ ഓട്ടോമാറ്റിക്കായിട്ടാണ്. ട്രേഡുകൾ നിങ്ങൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രോക്കർ ഏതാണ് അതിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണേ. ഇത് നമുക്ക് ഓപ്ഷൻ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഓപ്ഷൻ ചാർട്ടുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് അതിൻ്റെ എൻട്രിയും, അതായത് നിങ്ങൾക്ക് ഏത് ലെവലിൽ എൻട്രി എടുക്കണം എന്നുള്ളതും എക്സിറ്റ് എവിടെ ചെയ്യണം എന്നുള്ളതും സ്റ്റോപ്പ് ലോസ് എവിടെ കൊടുക്കണം എന്നുള്ളതെല്ലാം സോഫ്റ്റ്വെയറിനെ കാണിച്ചു തന്നുള്ളത്. ഇവിടെ നമുക്ക് 11:25 ബൈ വന്നത് 23,216. പിന്നെ ഇതിന് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. 23,216 നമുക്ക് ആ ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പം സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു. ബൈ ആണ് വന്നിരിക്കുന്നത്, അതായത് കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യണം. 23,216 അത് ബൈ റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലെവൽ അനുസരിച്ച് നിങ്ങളൊരു അഡ്ഡമണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 23,200 എടുക്കുക. ഇൻ ദ മണിയിൽ 23,100 23,000 ഒക്കെ എടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് സെപ്പറേറ്റ് നിങ്ങൾ ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ട്രേഡ് കൺഫേം ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ബൈ വന്നിട്ടുണ്ട്, കൺഫേം ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ബൈ സോൺ തന്നെ എഴുതി കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ അത് കൺഫർമേഷൻ ബാറാണ്, അത് ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് ഓപ്ഷൻ ചാർട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇപ്പം ടൈം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ 12:30 ആയത്. അതിപ്പോഴും ഒരു ബൈ 10-80 പോയിന്റുള്ള മാർക്കറ്റ് കയറിയ ശേഷം ചെറുതായിട്ടൊന്ന് ഡൗണിലേക്കാണ്. ഇനി അടുത്തൊരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് എഗെയിൻ കയറും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റീ എൻട്രിനകത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഒരു പ്രീവിയസ് ഡേയുടെ ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷനിൽ വന്ന ശേഷം മാർക്കറ്റ് അതായത് ഇവിടുന്ന് സപ്പോർട്ട് ടച്ച് ചെയ്ത് അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ട് ഇപ്പം നമുക്ക് ഒരു സൈഡിൽ പോയ ശേഷമാണ് ഒരു നല്ലൊരു ബൈ ട്രെൻഡ് വന്നത്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ, ഒരു സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തും. താങ്ക് യു.